മൂന്നാമത്തെ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മുന്നേ അറിയാം, അവിടെ സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും ഇക്വിലിബ്രിയം കണ്ടീഷനിലും സെയിം വേപ്പർ പ്രഷറിലുമായിരിക്കും. ഇപ്പം നമുക്ക് ഏറ്റവും സുപരിചിതമായ ഉദാഹരണം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിൻ്റെ അവസ്ഥയും ലിക്വിഡ് വാട്ടറിൻ്റെ അവസ്ഥയും സോളിഡ് വാട്ടറിൻ്റെ അവസ്ഥയും ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെമ്പറേച്ചർ വാല്യൂ ഫ്രീസിംഗ് പോയിൻ്റ് എല്ലാ ലിക്വിഡിനും ഉണ്ടാകും. നമ്മൾ ഒരു ശുദ്ധമായി ഇപ്പോൾ വെള്ളത്തിലാണ് എങ്കിൽ വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് 0 ഡിഗ്രി ആണെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ, ഇവിടെയും നമുക്ക് പരിചിതനായ ഉദാഹരണം ഉപ്പ് തന്നെയാണ് കേട്ടോ. ഉപ്പിട്ടാൽ ഫ്രീസിംഗ് പോയിൻ്റ് കുറയും. എന്ന് വെച്ചാൽ 0 ഡിഗ്രിയിൽ അത് കട്ട പിടിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ ചില മഞ്ഞൊക്കെ വീഴുന്ന സ്ഥലങ്ങളിൽ മഞ്ഞ് വീണ് റോഡ് ഗതാഗതം തടസ്സമായാൽ ആ മഞ്ഞിനെ ഉരുക്കി കളയാൻ ഉപ്പിടുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഈ ഉപ്പ് എന്ന് പറയുന്ന ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. ആ ഉപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് അങ്ങ് താണുപോകും. എന്ന് വെച്ചാൽ അതൊരു -17-20 ഡിഗ്രിയിലാണ് പിന്നെ അത് എന്ത് ചെയ്യുകയുള്ളൂ? കട്ട പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഉപ്പിട്ട വെള്ളം നിങ്ങളുടെ ഫ്രീസറിൽ വെച്ചാൽ അത് ഐസാകില്ല. രസമാണത്, ഐസാകില്ല. കാരണം അതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് താണു പോയിട്ടുണ്ടാവും. സാധാരണ ഒരു ഫ്രീസറിൻ്റെ ഫ്രീസർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 0 ഡിഗ്രി ആ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് T0F എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ശുദ്ധമായ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് ഫ്രീസിംഗ് പോയിന്റിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യൂർ സോൾവെൻറ്റിനെയാണ് നമ്മൾ T0F എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്താൽ അത് പിന്നെ സൊല്യൂഷനായി കഴിഞ്ഞല്ലോ. സൊല്യൂഷനായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. ഫ്രീസിംഗ് പോയിന്റ് കുറയുക എന്നുള്ള അർത്ഥമാണ് ഡിപ്രഷൻ, താഴ്ന്നു പോകുന്നു. അതാണ് നമ്മളിവിടെ TF എന്നുള്ള വില കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം മതി. അതിന് ഒന്ന് ഹയർ വാല്യൂ ലോവർ വാല്യൂ എന്നുള്ള പ്രശ്നമല്ല, നെഗറ്റീവ് ചിഹ്നം എടുക്കണമെന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കവിടെ അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. എത്ര കണ്ടു കുറയുന്നു എന്നുള്ളത് കാണാൻ രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ΔTF കിട്ടും. ഇത് ഏകദേശം നമ്മുടെ ബോയിലിംഗ് പോയിന്റിൻ്റെ കാൽക്കുലേഷൻ പോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ΔTF എന്ന് കിട്ടും. ഈ ΔTF ആണ് എത്ര കണ്ടു കുറഞ്ഞു, ഫ്രീസിംഗ് പോയിന്റ് എത്ര കണ്ടു കുറഞ്ഞു എന്നുള്ള ആ അളവിനെയാണ് നമ്മൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ΔTF ഈസ് കോൾഡ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അങ്ങനെയുള്ള ആ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്ന നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ടല്ലോ, അതിൻ്റെ മൊളാലിറ്റിയുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ΔTF അഥവാ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ മാറ്റണമെങ്കിൽ നമ്മൾ ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ മൾട്ടിപ്ലൈ വിത്ത് എ കോൺസ്റ്റന്റ്. ഹിയർ ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് KF, മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. അതിൻ്റെ യൂണിറ്റ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ബോയിലിംഗ് പോയിന്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ യൂണിറ്റും കെൽവിൻ കിലോഗ്രാം പെർ മോളാണ്. കിലോഗ്രാം പെർ മോൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊളാലിറ്റി ആയതുകൊണ്ടാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെൻ്റ് ആയതുകൊണ്ടാണ്. ΔTF അഥവാ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഇസ് ഈക്വൽ ടു മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഇൻറ്റു മൊളാലിറ്റി ആണല്ലോ. അപ്പം നമ്മൾ ഈ മൊളാലിറ്റിക്ക് പകരം അതിൻ്റെ ഡീറ്റെയിലുകൾ അവിടെ ചേർക്കുകയാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് ഇൻ കിലോഗ്രാം ഓഫ് ദ സോൾവെൻ്റ് ആണ്. NB അഥവാ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. അപ്പോൾ ഇതും കൂടി ഇവിടെ ചേർത്ത് കഴിഞ്ഞ് അത് അങ്ങനെ തന്നെ നമ്മൾ ഈ മൊളാലിറ്റിക്ക് പകരം ചേർത്താൽ NBക്ക് പകരം WB/MB വരും. അതായത് ഈ സാധനം വരും എന്നർത്ഥം. ഡിവൈഡഡ് ബൈ WA ഓൾറെഡി അവിടെ ഉള്ളതാണ്, ഇൻറ്റു 1000 അവിടെ ഉള്ളതാണ്.
അപ്പോൾ ഈ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാലിറ്റിക്ക് പകരം വെക്കുന്നതാണ്. അങ്ങനെ വെച്ചാൽ ആ ഇക്വേഷൻ നമുക്ക് ലഭ്യമാകും. ഏത് ഇക്വേഷൻ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടും തമ്മിലുള്ളൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മളെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണല്ലോ. കാരണം സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണണമല്ലോ നമുക്കിത് ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരു പ്രധാന ഉദ്ദേശമായ സ്ഥിതിക്ക് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ ആ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നു. റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സാധനങ്ങളും എങ്ങനെ വന്നു? ഈ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്ന ആ നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി താഴെ വരും. അപ്പോൾ എല്ലായിടത്തുള്ളതുപോലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടും തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ് ഇവിടെയും എന്നുള്ളത് കാണാം, എല്ലായിടത്തും ഉള്ളതുപോലെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മഞ്ഞു രാജ്യങ്ങളിലൊക്കെ ഈ റോഡുമിലൊക്കെ മഞ്ഞ് വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ടിട്ട് അത് ലയിപ്പിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ ഫ്രീസറിൻ്റെ അകത്ത് നമ്മൾ ഉപ്പിട്ട വെള്ളം വെച്ചാൽ കട്ടയാകില്ല എന്നൊക്കെ പറഞ്ഞാൽ, എന്ന് വെച്ചാൽ ഫ്രീസിങ് പോയിൻ്റ് അങ്ങ് കുറഞ്ഞു പോകും. ഉപ്പാണ് ഇടുന്നതെങ്കിൽ ഏകദേശം -21 ഡിഗ്രി സെൽഷ്യസ് വരെ ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു പോകും. എന്താ അതിൻ്റെ അർത്ഥം? സാധാരണ വെള്ളം 0 ഡിഗ്രിയിൽ ഫ്രീസ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഒന്ന് ഫ്രീസ് ചെയ്ത് കിട്ടണേ -21 ഡിഗ്രിയിൽ എത്തണം എന്നാണ് അതിൻ്റെ അർത്ഥം. കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ അത് -55 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാറുണ്ട്. പിന്നെ നമ്മുടെ റേഡിയേറ്റർ, വാഹനങ്ങളുടെ റേഡിയേറ്ററിലൊക്കെ നമ്മൾ ആൻറ്റി ഫ്രീസ് എന്ന് പറഞ്ഞ സാധനം ചേർക്കാറുണ്ട്. എത്തീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന കെമിക്കലും കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് ചേർക്കാറ് നമ്മൾ. അതിൻ്റെത് -48 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മുടെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രസ് ചെയ്യിക്കാനുള്ള, കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഈ അതികഠിനമായ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവികളിൽ നമ്മളതിനേക്കാൾ കൂടുതൽ, നമ്മൾ കുറച്ചുകൂടി മിത ഉഷ്ണ മേഖലയിൽ ജീവിക്കുന്ന ജീവികളാണ്, അതിനേക്കാൾ കൂടുതൽ അവരുടെ ശരീരത്തിൽ സോർബിറ്റോൾ പോലത്തെ കെമിക്കൽ കൂടുതലുണ്ടാകും. അത് അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന അതികഠിനമായ തണുപ്പിൽ നിന്നും അവർക്ക് സംരക്ഷണം കിട്ടുകയും അവരുടെ ശരീരത്തിനുള്ളിലുള്ള ജലം ഒന്നും പെട്ടെന്ന് ഈ കട്ടിയായി പോകാതിരിക്കാനുള്ള ഒരുപാട് സവിശേഷതകൾ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യം. അവിടെയൊക്കെ സംഭവിക്കുന്ന ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഈ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റാണ്. നാലാമത്തതും അവസാനത്തതുമായ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്താണ് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എന്താണ് ഈ ഓസ്മോസിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇത് അതിൻ്റെ ഒരു സാമ്പ്രദായികമായ ഒരു വിശദീകരണമാണ്. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഘടിപ്പിച്ച ഒരു ഫണലാണിത്. സെമി പെർമിയബിൾ മെംബ്രെയിൻ അഥവാ SPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവെൻ്റ് മോളിക്യൂൾസിനെ മാത്രം കടത്തി വിടുന്ന ആളാണ്, സൊല്യൂട്ടിനെ കടത്തി വിടില്ല. അത്തരത്തിലൊരു പ്രത്യേക സ്ഥലങ്ങളെയാണ്, മെംബ്രെയിൻസിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഉപ്പിൻ്റെ ലായനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുണ്ട്. സാൾട്ട് സൊല്യൂഷൻ, കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലാണ്. ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്, അതായത് വെള്ളമാണ്, അതിൻ്റെ അകത്ത് പിന്നെ സാൾട്ടൊന്നുമില്ല. അപ്പം ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെൻ്റ് മോളിക്യൂള് ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് വരികയാണ്. എന്തിലൂടെ? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ. കുറച്ച് കഴിഞ്ഞാൽ ഈ നോക്കിയാലറിയാം, എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ജലനിരപ്പ്, ഈ നിരപ്പ് കുറച്ചൊന്ന് ഉയരുന്നത് കാണാം. അങ്ങനെ ഇവിടെ നിന്ന് ഇത് കുറച്ച് ഉയരുന്നതിൻ്റെ കാരണം ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സോൾവെൻ്റ് മോളിക്യൂള് സൊല്യൂഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ വരുന്നതിനെ നമ്മൾ ഓസ്മോസിസ് എന്ന് പറയും. ഈ വരവ് ഇങ്ങനെ മുകളിലോട്ടേക്ക് വരുന്നുണ്ടല്ലോ, ഈ വരവ് തടയാൻ ഇവിടെ ഒരു മർദ്ദം കൊടുത്താൽ ഇത് പിന്നെ മുകളിലോട്ടേക്ക് വരില്ല. അങ്ങനെ ഓസ്മോസിസിനെ തടയാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട മിനിമം പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. എവിടെയാണോ ഓസ്മോസിസ് സംഭവിക്കുന്നത് ആ സംഭവിക്കുന്ന സൊല്യൂഷൻ ഉണ്ടാകുമല്ലോ, ആ സൊല്യൂഷൻ്റെ സൈഡിൽ നമ്മളൊരു പ്രഷർ കൊടുത്താൽ ഓസ്മോസിസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാം, തടയാം.
So the minimum pressure applied on the solution. സൊല്യൂഷൻ്റെ ഭാഗത്ത് കൊടുക്കണം. എന്തിന്? ടു പ്രിവെൻറ്റ് ദ ഓസ്മോസിസ്. ഇതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. വളരെ ആപ്ലിക്കബിളായൊരു സാധനമാണ്. ഇപ്പോൾ ഓസ്മോസിസിന് വേറെ ഉദാഹരണമൊക്കെ അറിയാം. മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ മാങ്ങ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് അങ്ങ് ചുരുങ്ങിപ്പോകുന്നുള്ള അറിയാം. എന്തുകൊണ്ടാണ് ചുരുങ്ങിയത്? ഇത് സാൾട്ട് വാട്ടറാണ്, കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ജലാംശം പുറത്തോട്ടേക്ക് വരും. വരുന്ന നേരം അത് അങ്ങ് ചുരുങ്ങിപ്പോവുകയും ചെയ്യുക. അതേപോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഫ്ലവർ സ്റ്റാളുകളിലൊക്കെ ഈ പൂവ് വാടിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ പൂവൊക്കെ വാടിപ്പോകാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കും. എന്തിനാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്? ഇവിടെ നിന്നുള്ള ജലതന്മാത്രകൾ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഓസ്മോസിസ് വഴി കയറിപ്പോവും. അപ്പം വാടിയിരുന്ന പൂവിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് സ്ട്രൈറ്റായി നിൽക്കുന്നതായിരിക്കും. ഓസ്മോസിസ് എല്ലായിടത്തും ജീവൽ പ്രധാനമായ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഓസ്മോസിസ്. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ വില എന്ന് പറയുന്നത് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ സി കൂടാതെ ടെമ്പറേച്ചറായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ മാറ്റിയിട്ട് നമ്മൾ ഇസ് ഈക്വൽ ടു എഴുതുമ്പോൾ മൾട്ടിപ്ലൈ വിത്ത് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ആറാണ്, നമുക്കൊക്കെ പരിചയമുള്ള ആറാണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു സി ടി. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാമല്ലോ, അത് നമ്പർ ഓഫ് മോൾസ് പെർ പെർട്ടിക്കുലർ വോളിയം ആണല്ലോ. അപ്പോൾ അത് കോമൺ ആയിട്ട് നമ്മളിവിടെ കോൺസെൻട്രേഷൻ സമം നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എപ്പോഴും നമ്മൾ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ആ സിക്ക് പകരം നമ്മൾ n/v എന്ന് എഴുതി കഴിഞ്ഞാൽ പൈ സമം n/v ഇൻറ്റു ആർ ടി. ആ വോളിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ബിക്കം πv ഇസ് ഈക്വൽ ടു nRT. എവിടെയോ കേട്ട് പരിചയമുള്ള പോലെ ഉണ്ടോ? ഉണ്ടാകണം. നമ്മളെ ഗ്യാസിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നില്ലേ, PV സമം nRT. അവിടെയും ഒരു പ്രഷറാണ് പി. ഇവിടെ ഈ പൈ എന്നുള്ളത് എന്താണ്? ഓസ്മോട്ടിക് പ്രഷറാണ്. പക്ഷേ ഇതല്ല നമുക്ക് ആവശ്യം. നമ്മളെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വസ്തുവിൻ്റെ മോളിക്കുലാർ മാസ് കാണാമെന്നുള്ളതാണ്. അതിനെ കണക്കാക്കി പറയുമ്പോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ ഈ n-ന് പകരം നമ്മൾ അതങ്ങോട്ട് ചേർക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെയുള്ള ഈ സഭയിൽ നമ്മളവിടെ ചേർക്കുകയാണ്. അപ്പോൾ πv ഈസ് ഈക്വൽ ടു WB/RT/MB എന്ന് കിട്ടും. നമ്മുടെ അടിസ്ഥാനപരമായ ഉദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണലാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ നമ്മൾ എഴുതുമ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് സമം WB/RT ഡിവൈഡ് ബൈ പൈ ഇൻറ്റു വി. പൈ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഇവിടെയും നോക്കൂ, ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറ് വലിയ തന്മാത്രകൾ, മാക്രോ മോളിക്യൂൾസ്, പോളിമറുകൾ, എൻസൈമുകൾ, ഇതുപോലെ വലിയ തന്മാത്രകളുടെ മോളിക്കുലാർ മാസ് കാണാൻ പലപ്പോഴും ഉപയോഗിക്കാറ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എന്താ അതിന് കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചൂടാക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചൂടാക്കേണ്ടി വരാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബയോളജിക്കൽ മോളിക്യൂൾസിന് നാശം സംഭവിക്കില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലവേഷനും ബോയിലിംഗ് പോയിൻ്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് പോലത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വാല്യൂസൊക്കെ ഈ മാക്രോ മോളിക്യൂൾസിന് വളരെ ചെറിയ അളവായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് അത് നമുക്കങ്ങനെ മെഷറബിളായൊരു ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല. അതേസമയത്ത് ഈ ഓസ്മോട്ടിക് പ്രഷർ കുറച്ചുകൂടി മെഷറബിളായൊരു ക്വാണ്ടിറ്റിയും കൂടിയായിരിക്കും ആ കാര്യത്തിൽ നിന്നുള്ളതുകൊണ്ട് മാക്രോ മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ മാസ് കാണാൻ പലപ്പോഴും നമ്മൾ ഓസ്മോട്ടിക് പ്രഷറാണ് നമ്മൾ ഉപയോഗിക്കാറ്. രണ്ട് സൊല്യൂഷനുകളുടെ ഓസ്മോട്ടിക് പ്രഷർ തുല്യമായാൽ അത്തരത്തിലുള്ള സൊല്യൂഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോണിക് സൊല്യൂഷൻ. ഐസോ എന്നുള്ള വാക്ക് എവിടെ വന്നാലും സെയിം എന്നുള്ള വാക്കാണല്ലോ. ആ സൊല്യൂഷൻ ഹാവിങ് ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ. ഇനി അഥവാ രണ്ട് സൊല്യൂഷനുകൾക്ക് തമ്മിലുള്ള ഓസ്മോട്ടിക് പ്രഷർ വ്യത്യാസമാണ് എങ്കിൽ ആർക്കാണോ കൂടുതൽ അയാളെ നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നും ആർക്കാണോ കുറവ് അയാളെ നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്നും പറയാറുണ്ട്.
പക്ഷേ നമുക്ക് പ്രാധാന്യം ഈ ഐസോട്ടോണിക് സൊല്യൂഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ വരുന്നത് നമ്മൾ ഇൻ്റർ മസ്കുലാർ ഇഞ്ചക്ഷൻ നടത്തുമല്ലോ. അപ്പം നമ്മൾ ബ്ലഡിലേക്കൊക്കെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഇഞ്ചക്ഷൻ നടത്തുന്ന നേരം അത് 0.9% സോഡിയം ക്ലോറൈഡൊക്കെ ആയിരിക്കണം എന്നാണ് പറയുക. ഇല്ല എങ്കിൽ എന്താ പ്രശ്നം? ബ്ലഡിൻ്റെ സെല്ലുകൾ ഈ പുറത്തുള്ള ഓസ്മോട്ടിക് പ്രഷറായിട്ട് അങ്ങ് വ്യത്യാസം വന്നാൽ ബ്ലഡ് സെല്ലുകൾ പൊട്ടാൻ തുടങ്ങും. അതിന് ഹീമോലൈസിസ് എന്നാണ് പറയുക. അതുകൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡിന് ഐസോട്ടോണിക്കായ സൊല്യൂഷൻ മാത്രമേ ഇഞ്ചക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആ രോഗി മരിക്കുക അവൻ്റെ ബ്ലഡ് സെല്ലുകൾ പൊട്ടിയിട്ടായിരിക്കും. റിവേഴ്സ് ഓസ്മോസിസ്, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്നും കാണാം. ഭാഗ്യവശാൽ വലിയ കുടിവെള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭൂപ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കടലിനായി ചുറ്റിക്കിടക്കുന്ന ചില രാജ്യങ്ങളിലൊക്കെ കുടിവെള്ളം എന്ന് പറയുന്നത് വലിയ വിലപിടിപ്പുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലത്തൊക്കെ നമുക്ക് കുടിവെള്ളം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ കുഴിച്ച് കഴിഞ്ഞാൽ ഉപ്പ് രസമുള്ള വെള്ളമൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കണ്ടെത്തിയ ഒരു പുതിയ മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ് അഥവാ RO എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്മോസിസിൻ്റെ നേരെ റിവേഴ്സാണ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷനിൽ നിന്നും നമ്മൾ ഈ ഹയർ കോൺസെൻട്രേഷനിലേക്ക് സോൾവെൻ്റ് വരികയാണ്. അപ്പോൾ അത് തടയാനുള്ള പ്രഷറിനെയാണല്ലോ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി അധികം പ്രഷർ കൊടുത്താൽ, അതിപ്പോൾ സീ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ധാരാളം സോഡിയം ക്ലോറൈഡ് അതുപോലത്തെ ലവണങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ചധികം മർദ്ദം കൊടുത്താൽ ഈ നടുക്ക് നിങ്ങൾക്ക് SPM എന്ന് എഴുതിയ കാണാം, സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ടിനെ കടന്നു പോകാൻ സമ്മതിക്കില്ല. പകരം സോൾവെൻ്റ് മോളിക്യൂളിനെ മാത്രമേ കടന്നു പോകാൻ സമ്മതിക്കൂ. സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമാണല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും അധികമായ ശക്തി കൊടുത്താൽ ഓസ്മോസിസ് ഇങ്ങോട്ടേക്ക് സംഭവിക്കേണ്ടതിന് പകരം ഓസ്മോസിസിൻ്റെ നേരെ എതിര് സംഭവിക്കും, റിവേഴ്സ് ഓസ്മോസിസ് സംഭവിക്കും. അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ മറുഭാഗത്ത് നമുക്ക് ഉപ്പിൻ്റെ അംശമില്ലാത്ത വെള്ളം, അതാണ് ഡീസലൈൻഡ് വാട്ടർ കിട്ടും. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ എന്നാണ് ഇതിന് പറയുക. ഇത് ശുദ്ധമായിരിക്കണം നിർബന്ധമൊന്നുമില്ല, ഉപ്പിൻ്റെ രസം ഉണ്ടാകില്ലെന്നേ ഉള്ളൂ. പിന്നീട് ആൻറ്റി ബാക്ടീരിയൽ അതുപോലത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് നമുക്കതിനെ എന്താക്കി മാറ്റാം, കുടിവെള്ളമാക്കി മാറ്റാം. അപ്പോൾ ഇത് ഓസ്മോസിസിൻ്റെ വഴി, റിവേഴ്സ് ഓസ്മോസിസിൻ്റെ വലിയൊരു ആപ്ലിക്കേഷനാണ് ഈ ഡീസലൈനേഷൻ ഓഫ് വാട്ടർ. അതുവഴി പ്യൂരിഫൈഡ് വാട്ടർ ഒക്കെ ഉണ്ടായി. ലക്ഷദ്വീപ് പോലത്തെ സ്ഥലത്തൊക്കെ, അതായത് ചുറ്റും കടലിനാൽ ചുറ്റപ്പെട്ട ഈ ലക്ഷദ്വീപ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും കുടിവെള്ളത്തിന് വേണ്ടി അവരുപയോഗിക്കുന്നത് ഈ RO പ്ലാന്റുകളാണ്, റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റുകളാണ്. അബ്നോർമൽ മോളിക്കുലാർ മാസ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പരമപ്രധാനമായ ഒരു ഉദ്ദേശം സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണുക എന്നുള്ളതാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആകട്ടെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസായിട്ട് ബന്ധമുള്ള പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ, അതായത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ മോളിക്കുലാർ മാസ് കണക്ക് കൂട്ടിയെടുക്കുന്നത് കുറഞ്ഞു പോകും. ഇങ്ങനെയുള്ള മാറ്റം സംഭവിക്കാൻ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ നമ്മളിടുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾ ഡിസോസിയേറ്റ് ചെയ്ത് പോകും, വിഘടിച്ചു പോകും. നല്ലൊരു ഉദാഹരണം സോഡിയം ക്ലോറൈഡാണ്. സോഡിയം ക്ലോറൈഡ് ഇവിടെ നമ്മൾ ഒരു പാർട്ടിക്കിളായിട്ടല്ലേ കണക്കാക്കുന്നത്. പക്ഷെ അത് സൊല്യൂഷനിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസോസിയേറ്റ് ചെയ്ത് അയോണൈസ് ചെയ്തിട്ട് രണ്ട് പാർട്ടിക്കിളുടെ സ്വഭാവമാണ് കാണിക്കുക. രണ്ട് പാർട്ടിക്കിളുടെ സ്വഭാവം കാണിക്കും. ഇപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടി എന്ന് വെച്ചാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ മോളിക്കുലാർ മാസ് എന്താവും, കുറഞ്ഞു. അത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മാറ്റം വരുന്ന മോളിക്കുലാർ മാസാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇടുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾ തമ്മിൽ അങ്ങ് കൂടിച്ചേർന്ന ഒരു പ്രത്യേകതയാണ് അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. ഒരു ഓർഗാനിക് ആസിഡാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്ന അസറ്റിക് ആസിഡ് അഥവാ CH3COOH. അങ്ങനത്തെ രണ്ടാൾക്കാർ തമ്മിൽ ഒരുമിച്ച് കൂടിച്ചേർന്നിട്ട് ഒരു ഡൈമർ ഉണ്ടാകും. രണ്ടാൾക്കാർ കൂടിച്ചേർന്നുണ്ടാകുന്നതിനെ നമ്മൾ ഡൈമർ എന്നാണ് പറയുക. ഇത് പിന്നെ ഒരു പാർട്ടിക്കിളുടെ സ്വഭാവം കാണിക്കുക. അപ്പം നമ്മൾ രണ്ട് പാർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ രണ്ടാൾക്കാർ കൂടി ചേർന്ന് ഒരു പാർട്ടിക്കിളിൻ്റെ സ്വഭാവം കാണിക്കും. പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറഞ്ഞു പോകും. എണ്ണം കുറഞ്ഞാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞാൽ കിട്ടുന്ന മോളിക്കുലാർ മാസ് കൂടിപ്പോകും. ഇങ്ങനെ രണ്ട് കാരണങ്ങളാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ് വരാനുള്ള സാധ്യത.
ഇത് പരിഹരിക്കാൻ വേണ്ടി വാൻ ഹോഫ് എന്ന് പറയുന്ന പ്രശസ്തനായ ആദ്യത്തെ കെമിസ്ട്രി നോബൽ ലോറേറ്റായ വാൻ ഹോഫ് കൊണ്ടുവന്ന ഒരു ഫാക്ടറാണ് വാൻ ഹോഫ് ഫാക്ടർ, ഐ, സ്മോൾ ലെറ്റർ ഐ. അത് പ്രകാരം നമുക്ക് കിട്ടുന്ന നോർമൽ മോളിക്കുലാർ മാസും നമുക്ക് എക്സ്പെരിമെൻറ്റിൽ ഒബ്സർവ്ഡ് ആകുന്ന മോളിക്കുലാർ മാസും തമ്മിൽ അതിൻ്റെ റേഷ്യോ കാണാം, അതിൻ്റെ ഒരു അനുപാതം എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിച്ചെടുക്കാം എന്നാണ് വാൻ ഹോഫ് പറയുന്നത്. ഇനി അതല്ല കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യാണ് എടുക്കുന്നതെങ്കിൽ ഇതിന് നേരെ എതിരാണല്ലോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വരിക. അപ്പം ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനി അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിച്ചിട്ടില്ല എങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കിട്ടുന്ന രണ്ട് വിലയും തുല്യമായതിനാൽ I സമം 1 അഥവാ വാൻ ഹോഫ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 1 ഫോർ എന്താണ് അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിച്ചിട്ടില്ല എങ്കിൽ. ഇനി ഡിസോസിയേഷനാണ് സംഭവിച്ചതെങ്കിൽ പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അധികമായിരിക്കും, എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി അസോസിയേഷൻ ആണ് എങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പാർട്ടിക്കിളുകളുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കേസിൽ, അസോസിയേഷൻ്റെ കേസിൽ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വില കുറവായിരിക്കും, 1-നേക്കാൾ കുറവായിരിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, സൊല്യൂഷൻ എന്ന് പറഞ്ഞ പാഠത്തിൻ്റെ ഒരു വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ അത് തീരുന്നില്ല. ധാരാളം ന്യൂമറിക്കൽ പ്രോബ്ലങ്ങളുള്ളൊരു പാഠമാണ്. എല്ലാം ഇങ്ങനെ വിശദീകരിക്കാൻ പ്രയാസമായതുകൊണ്ട് അതിലുള്ള വർക്കുകളൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പ്രത്യേകിച്ചും ചെയ്ത് ശീലിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.